കുട്ടികളോട് മനസ്സ് തുറന്ന് സംസാരിക്കണം. നല്ല വരിയല്ലേ? നമ്മുടെ ലൈഫ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ലൈഫിൽ നമുക്കൊരുപാട് തോൽവികൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വിജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ദുഃഖങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് സന്തോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ഈ ലൈഫിൽ തോൽവി എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. നമ്മൾ പല സ്ഥലത്തും തോറ്റുപോയിട്ടുണ്ടായിരിക്കും, പലരും നമ്മൾ ലൈഫിൽ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും, പലരും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എൻ്റെ ലൈഫ് ഞാൻ തോറ്റുപോയി, ഞാൻ പ്രതീക്ഷിച്ച ലൈഫ് ഇങ്ങനെയല്ല, ഞാൻ പ്രതീക്ഷിച്ചതെല്ലാം കൈവിട്ടു പോയി, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും? മനസ്സിലാകെ ടെൻഷനായി, പ്രഷർ വന്നു, നമുക്ക് തലവേദനയായി, നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മളിങ്ങനെ പോകും. അപ്പോൾ ഈ ഒരു ചിന്ത, ഞാൻ തോറ്റുപോയി, എൻ്റെ ലൈഫിൽ ഞാൻ തോറ്റുപോയല്ലോ, നമ്മളിങ്ങനെ തുടരെ ചിന്തിക്കുമ്പോൾ നമുക്ക് വരുന്ന പ്രശ്നം എന്തെന്നറിയോ? നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കും, നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റാതിരിക്കും, നമുക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ നമുക്ക് വന്നേക്കാം അല്ലേ? അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? തോറ്റുപോയി, ഓക്കെ, തോറ്റുപോയതിനെ നമ്മൾ മനസ്സിലാക്കുക. ഞാൻ തോറ്റുപോയി, എന്തുകൊണ്ട് ഞാൻ തോറ്റു, ഇനി ഞാൻ എങ്ങനെ അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കണം, ഞാൻ എങ്ങനെ മാറണം, ഞാൻ ഇനി എങ്ങനെ ആ തോൽവി വരാണ്ടിരിക്കാൻ ശ്രമിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ കാമുകൻ നമ്മളെ തോൽപ്പിച്ചു, നമ്മളെ ചീറ്റ് ചെയ്തു, നമ്മൾ ടെൻഷൻ അടിച്ച് തൂങ്ങിച്ചാവാൻ നോക്കാതെ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാതെ നമ്മൾ അതിനെ മറികടക്കാൻ ശ്രമിക്കണം. നമ്മളെ പാർട്ട്ണർ നമ്മളെ എപ്പോഴും തള്ളി പറയുന്നു, നമ്മൾ എന്ത് ചെയ്യും അല്ലേ, എൻ്റെ ലൈഫിൽ തോറ്റുപോയല്ലോ, ഞാൻ ഇങ്ങനെയുള്ള ജീവിതമല്ലല്ലോ ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോൾ നമ്മളവിടെ പരാജയപ്പെട്ടു എന്ന് തോന്നാതെ ആ പരാജയത്തെ മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എന്ന് നമ്മൾ അന്വേഷിച്ച് അതിലേക്ക് നമ്മൾ പോകണം. അപ്പോഴേ നമുക്ക് ലൈഫിൽ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കൂ, അപ്പോഴേ നമുക്ക് ലൈഫിൽ ലക്ഷ്യബോധം ഉണ്ടാവുകയുള്ളൂ.